രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ചിദംബരം എന്ന മഹാക്ഷേത്രം, അതിനെക്കുറിച്ചുള്ള വീഡിയോ 1-ാം ഭാഗം ഞാൻ ഇറക്കിക്കഴിഞ്ഞു. ഇത് 2-ാം ഭാഗമാണ്. അപ്പോൾ ഈ 2-ാം ഭാഗം കാണുന്നവർ 1-ാം ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1-ാം ഭാഗത്തിൻ്റെ ലിങ്ക് കൊടുത്തേക്കും. അല്ലെങ്കിൽ എൻ്റെ നമ്പർ 9645333999 അതിലെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ചിദംബരം 1-ാം ഭാഗത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്കിത് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്. അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേൾക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, പിന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്, ശ്രീബുദ്ധൻ്റെ കഥയുണ്ട്, നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. അതെല്ലാം കൂടാതെ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടിയിരിക്കും. വളരെ പോസിറ്റീവായ കാര്യങ്ങൾ കേട്ട് പോസിറ്റീവായിട്ട് നമുക്ക് ഒരു ദിവസം ആരംഭിക്കണം. എന്നും രാവിലെ 5 മണിക്ക് എൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. ചിദംബരം മഹാക്ഷേത്രത്തിന് കേരളവുമായി ഒരു വലിയ ബന്ധമുണ്ടെന്നറിയണം. കേരളത്തിലെ ഏത് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോഴോ
അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ പുനഃപ്രതിഷ്ഠ നടത്തുമ്പോഴോ ചിദംബരത്ത് നിന്നാണ് ലിംഗം കൊണ്ടുവരുന്നത്. കാരണം അത്ര മഹത്തരമാണ് ചിദംബരം. ശൈവ ഭക്തർക്ക് മാത്രമല്ല, വിഷ്ണു ഭക്തർക്കും ചിദംബരം വളരെ പ്രിയപ്പെട്ടതാണെന്ന സത്യം നിങ്ങൾ അറിയുക. അങ്ങനെ നമ്മുടെ കേരളത്തിലെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം, വൈക്കം ശിവക്ഷേത്രം, ഏറ്റുമാനൂർ ശിവക്ഷേത്രം, കടുത്തുരുത്തി ശിവക്ഷേത്രം, ഇവിടെയൊക്കെ നമ്മുടെ ചിദംബരത്ത് നിന്നാണ് ലിംഗങ്ങൾ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ അറിയുക. ചിദംബരം ക്ഷേത്രം നിങ്ങൾ പോയിട്ടുണ്ടോ? അപാരമാണ്. 51 ഏക്കർ സ്ഥലമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കേ. 51 ഏക്കർ സ്ഥലത്തിലാണ് ചിദംബരം ക്ഷേത്രം നിൽക്കുന്നത്. 4 ഭാഗത്തും 4 ഗോപുരങ്ങളുണ്ട്. ഒരു ഗോപുരത്തിന്റെ ഉയരം എത്രയെന്നറിയാവോ? 135 അടി, 7 നില. നമ്മൾ വീട്ടിൻ്റെ 7 നിലയുള്ളൊരു വീട് സങ്കല്പിച്ച് നോക്കണം. 7 നിലയുള്ള 135 അടി ഉയരമുള്ള 4 ഗോപുരങ്ങൾ. കിഴക്ക് വശത്ത് ഒരു ഗോപുരം, പടിഞ്ഞാറ് വശത്ത് ഒരു ഗോപുരം. അങ്ങനെ അതിൽ കിഴക്കേ ഗോപുരം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിരിക്കുന്ന 108 നൃത്തഭാവങ്ങളും അവിടെ കൊത്തിവെച്ചിട്ടുണ്ടെന്നറിയുക. അതേ കണക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു വിനായകൻ ഇരിപ്പുണ്ട്. ആ വിനായകന്റെ പേര് മുക്കുറുണി വിനായകൻ എന്നാണ്. മുക്കുറുണി വിനായക ക്ഷേത്രം. അത്ഭുതങ്ങളുടെ ഒരു ഉറവിടമാണ് അവിടുത്തെ വിനായകൻ എന്നറിയുക. ഈ മുക്കുറുണി വിനായകന്റെ വിഗ്രഹത്തിന്റെ ഉയരം 8 അടിയാണ്. പഴയ കാലത്ത് അത്രയും ഉയരമുള്ള ഒരു ഗണപതി വിഗ്രഹം എവിടെയും ഇല്ലായിരുന്നു. 8 അടി ഉയരം. അതേ കണക്ക് ചിദംബരം ക്ഷേത്രത്തിന്റെ പ്രത്യേകത, സാധാരണ എല്ലാ ക്ഷേത്രത്തിലും ഒരു വിനായക ക്ഷേത്രമാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ മുന്നിൽ മറ്റൊരു വിനായകനുണ്ട്. അത് കർപ്പക വിനായക ക്ഷേത്രമാണ്. നമ്മുടെ പിള്ളേർപ്പെട്ടിയും കർപ്പക വിനായകനാണ്. കർപ്പക വിനായക ക്ഷേത്രമാണ്. ആ കർപ്പക വിനായക ക്ഷേത്രത്തിനെ സ്ഥല വിനായകൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥല വിനായകൻ എന്നാണ് പ്രശസ്തി. നമ്മൾ നേരത്തെ കണ്ട ഗണപതിയേക്കാൾ കുറച്ചും കൂടെ പ്രാധാന്യം ഈ സ്ഥല വിനായകനാണെന്ന് അറിയുക. ഗണപതി രണ്ടും ഒന്ന് തന്നെ, എങ്കിലും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് ഇതിനാണെന്ന് അറിയുക. ഈ കർപ്പക വിനായകന്റെ പ്രത്യേകത, അതൊരു നൃത്ത ഗണപതിയാണ്. നൃത്തം ചവിട്ടുന്ന ഗണപതിയാണ്. 8 കൈയുണ്ട്. നിങ്ങൾ ചിദംബരത്ത് പോകുമ്പോൾ അതൊക്കെ ഇനി ശ്രദ്ധിച്ച് നോക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രധാന വിഗ്രഹമായ ശിവനെയും തൊഴുത് അങ്ങനെയല്ല വരേണ്ടത്. ഉപദേവതമാരെയൊക്കെ നിങ്ങൾ തൊഴണം. അപ്പോൾ ഇത് നൃത്ത ഗണപതിയാണ്. ഈ 8 കൈയുണ്ട്. 7 കൈയിലും ആയുധങ്ങളുണ്ട്. ഗണപതിയുടെ 7 കൈയിലും ആയുധങ്ങളുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. അതുകൂടാതെ ഒരു ഉപദേവതയുണ്ട്, അതാണ് ശിവകാമ സുന്ദരി ക്ഷേത്രം. പിന്നെ ചിത്രഗുപ്തനും കൂടെ ഒരു ക്ഷേത്രമുണ്ടെന്നറിയുക. ഇതൊക്കെ ഉപദേവതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് വരാം. പ്രധാന ശ്രീകോവിലിനെ ചിത് സഭ എന്നാണ് വിളിക്കുന്നത്. അതായത് സാക്ഷാൽ ശിവൻ ഇരിക്കുന്ന ശ്രീകോവിലിനെ ചിത് സഭ എന്നാണ് വിളിക്കുന്നത്. തെക്കോട്ടാണ് ദർശനം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണ ദിക്കിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ശിവൻ ആരാണ്? ദക്ഷിണാമൂർത്തിയാണ്. ഈ ശ്രീകോവിലിന് മറ്റ് ശ്രീകോവിലുകൾക്കില്ലാത്ത പ്രത്യേകത 64 കഴുക്കോലുണ്ടെന്നാണ്. ഈ ശ്രീകോവില് മുഴുവനും സ്വർണം പൂശിയതാണ്. അതുകൊണ്ട് പൊന്നമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. ചിദംബരം ക്ഷേത്രം പൊന്നമ്പലം എന്നറിയപ്പെടും. നമ്മുടെ ശബരിമലയൊക്കെ പൊന്നമ്പലമേടെന്ന് നമ്മൾ പറയുന്ന കണക്ക് പൊന്നമ്പലം എന്നറിയപ്പെടും. ശ്രീകോവിലിനകത്തേക്ക് കടക്കാൻ 5 പടികളുണ്ട്. ഈ 5 പടികൾ ചവിട്ടി വേണം ശ്രീകോവിലിനകത്തേക്ക് കടക്കാൻ. അപ്പൊ നിങ്ങൾ ചിദംബരം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ പൊരുൾ അറിഞ്ഞു വേണം പോകാൻ. ഈ 5 പടികളും പഞ്ചാക്ഷരിയെ സൂചിപ്പിക്കുന്നു. നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പം ആ പടി കയറുമ്പോൾ ഓം നമശിവായ ജപിച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രമാണ് 5 പടികൾ. അവിടുത്തെ ദ്വാരപാലകർ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വ്യാഘ്രപാദനും ആദിശേഷൻ അവതാരമെടുത്ത സാക്ഷാൽ പതഞ്ജലിയുമാണ്. ഇവിടെ
ശിവഭഗവാൻ, അതായത് നടരാജൻ എന്നാണ് അവിടെ ശിവഭഗവാൻ അറിയപ്പെടുന്നത്. നൃത്തഭാവത്തിലുള്ള ശിവൻ, അതാണ് പ്രധാന മൂർത്തി. നമ്പിനവർക്ക് നടരാജ, നമ്പാത്തവർക്ക് അതാണ് പറയുന്നത്, നമ്പിനവക്ക് നടരാജ, നമ്പാത്തവനക്ക് യമരാജ. അതാണ് ചിദംബരത്തെ കുറിച്ച് പറയുന്നത്. ആരാണോ ഭഗവാനിൽ വിശ്വസിക്കുന്നത് അവന് നടരാജനും, ഭഗവാനിൽ വിശ്വസിക്കാത്തവനൊക്കെ ശിവൻ അവിടെ യമരാജനുമാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ നടരാജമൂർത്തി, നിങ്ങൾ കാണുന്ന ആ നടരാജമൂർത്തി, അത് ഉത്സവ സമയത്ത് എഴുന്നള്ളിക്കുന്ന ഉത്സവമൂർത്തിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ 2 വിഗ്രഹമുണ്ട്. ഒന്ന് ഉത്സവമൂർത്തിയും ഒന്ന് അതിൻ്റെ യഥാർത്ഥ വിഗ്രഹവും. ഇനിയാണ് കഥ വരാൻ പോകുന്നത്. ഈ വിഗ്രഹത്തിൻ്റെ പിന്നിലൊരു അറയുണ്ട്. ഈ അറയിലാണ് ആകാശലിംഗം. ഇതാണ് യഥാർത്ഥ ശക്തി. ഇതിനെ ചിദംബര രഹസ്യം എന്നറിയപ്പെടുന്നു. ആ ചിദംബര രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ്, നടരാജമൂർത്തി എന്ന വിഗ്രഹത്തിൻ്റെ പിന്നിലൊരു അറയുണ്ടെന്നും അവിടെ ആകാശലിംഗം ഉണ്ടെന്നും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഒരു ശിവലിംഗം അവിടെ ഉണ്ടെന്ന്. ഇല്ല, അവിടെ ഉള്ളത് ശൂന്യതയാണ്. ആ അറയിൽ ഒന്നുമില്ല, വെറും ശൂന്യതയാണ്, അതായത് ആകാശം. അപ്പൊ ശരിക്കും അവിടെ ഒരു വിഗ്രഹമില്ല. ആകാശലിംഗം ഒരു വിഗ്രഹമേ അല്ല. ശൂന്യതയെ പൂജിക്കുന്ന ആ അതീവ രഹസ്യമായ ഒരു ആത്മീയ സങ്കല്പമാണതെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രൂപമില്ലാത്ത ശിവനെയാണ് ആരാധിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റു മതക്കാർ പലരും പറയുന്നുണ്ട് ഹിന്ദുക്കൾ വിഗ്രഹാരാധനയാണെന്ന്. നിങ്ങൾക്ക് അറിവില്ലാത്തോണ്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ചിദംബരത്ത് ചെല്ലൂ, അവിടെ ചിദംബരത്ത് വിഗ്രഹമില്ല. ആ നടരാജ വിഗ്രഹത്തിന്റെ പിന്നിൽ ആകാശം, ശൂന്യത. ആ ശൂന്യതയാണ് ആകാശം എന്ന് പറയുന്നത്. അല്ല നമ്മൾ മേപ്പോട്ട് നോക്കുന്നത് മാത്രമല്ല ആകാശം, വായു നിറഞ്ഞിരിക്കുന്ന സ്ഥലം, അവിടെ ആകാശമാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ ശിവലിംഗം ഉണ്ടെന്ന് സങ്കല്പിക്കുകയും ആകാശലിംഗം. ശിവഭഗവാൻ ഒരേ സമയം സഗുണനുമാണ്, നിർഗുണനുമാണ്. അതായത് ശിവഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം രൂപവുമുണ്ട്, രൂപമില്ലായ്മയുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഭഗവാന് രൂപം പ്രാപിക്കാം. ഈ ചിദംബര രഹസ്യം എന്നറിയപ്പെടുന്ന ആ അറയിൽ ഭഗവാൻ ശിവന്റെയും പാർവതീ ദേവിയുടെയും സാന്നിധ്യമായി സ്വർണ്ണ കൂവള ഇലകള് ഒരു തിരശീലയുടെ പിന്നിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ ചിദംബര രഹസ്യം എന്നറിയുന്ന ആ സ്ഥലം, അവിടെ ഒരു തിരശീലയുണ്ട്. അവിടെ ശിവഭഗവാന്റെയും പാർവതീ ദേവിയുടെയും സാന്നിധ്യമായി സ്വർണ്ണ കൂവള ഇല സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഈ തിരശീല മായയെ സൂചിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, അതിനും അപ്പുറമുള്ളതാണ് ഏതെന്ന് പറയുന്നത് സത്യം. അതിനെ സൂചിപ്പിക്കുന്നതാണ് തിരശീല. ഈ തിരശീല മാറ്റി പൂജാരി നമുക്ക് ദർശനം നൽകും. അങ്ങനെ ദർശനം നൽകുമ്പോൾ രൂപമില്ലാത്ത ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചിദംബര രഹസ്യം എന്ന് പറഞ്ഞാൽ നടരാജ വിഗ്രഹത്തിന്റെ പിന്നിൽ ഒരു അറയുണ്ട്. അവിടെ ശൂന്യതയാണ്, അവിടെ രൂപമില്ല. അവിടെ രൂപമില്ലാത്ത ശിവന്റെ ശക്തിയുണ്ട്. അപാരമായ ശിവശക്തി അവിടെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ ആകാശത്തെയാണ് നമ്മൾ തൊഴുന്നത്. അതുകൊണ്ട് ആകാശലിംഗം. അപ്പൊ ശിവൻ രൂപമില്ലാത്തവനാണെന്നും ആവശ്യമുണ്ടെങ്കിൽ ശിവൻ രൂപം എടുക്കുമെന്നുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ ചിദംബര രഹസ്യത്തിന്റെ മറ്റൊരു കാര്യം, അവിടെ ശിവന്റെയും പാർവതീ ദേവിയുടെയും സാന്നിധ്യമായിട്ട് സ്വർണത്തിലുള്ള കൂവള ഇലകൾ വെച്ചിരിക്കുന്നു. ആ തിരശീല മായയെ സൂചിപ്പിക്കുന്നു. തിരശീല മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റും? ആ രൂപമില്ലാത്ത ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതൊരു അവാജ്യമായ ആനന്ദമാണ്. ചിദംബര രഹസ്യം വളരെ വളരെ അപാരമാണ്. നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മളൊരു വിഗ്രഹത്തിൽ നോക്കുന്നതിൻ്റെ 10 ഇരട്ടി ഭക്തി നമുക്ക് ആ ശൂന്യതയിൽ നിന്ന് കിട്ടും. പൂജ നടത്തുമ്പോൾ ഈ കറുത്ത തിരശീലയുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റും. എന്ന് പറഞ്ഞാൽ മായയെ മാറ്റുന്നു. അതായത് ചിദംബരത്ത് നമ്മൾ ദർശനം നടത്തുന്ന നിമിഷം നമുക്ക് നമ്മുടെ മായ,
നമ്മുടെ കണ്ണുകളെ മൂടിയിരിക്കുന്ന, ബുദ്ധിയെ മൂടിയിരിക്കുന്ന മായ മാറിക്കിട്ടും. എന്താണ് മായ? ഇതല്ലാത്തത് നമ്മളെല്ലാം കാണുന്നുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു, ഒരെണ്ണത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും രണ്ടും രണ്ടാണ്. എന്നാൽ കണ്ടാൽ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും ഒരേ കണക്കിരിക്കും. നമ്മൾ ഈ ഭൂമി കാണുന്നതൊക്കെ ഫോട്ടോസ്റ്റാറ്റുകളാണ്. ഇത് ഒറിജിനൽ എന്ന് കരുതുന്നതിനെയാണ് മായ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചിദംബരത്ത് നിങ്ങൾ ദർശനം നടത്തിയാൽ, ചിദംബര രഹസ്യം എന്തെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് മായ മാറിക്കിട്ടും. അപ്പൊ പൂജ നടത്തുമ്പം ഈ കറുത്ത തിരശീല, അതായത് മായയെ നീക്കുന്നു. എന്നിട്ട് സ്വർണ്ണ കൂവള ഇലകൾ ഇങ്ങനെ കാണിക്കും. എന്താണെന്നറിയാമോ? ഇവിടെ ഭഗവാന്റെ അദൃശ്യ സാന്നിധ്യമുണ്ടെന്ന്. ഇവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. നല്ലതുപോലെ മനസ്സിലായല്ലോ. അപ്പം ഇതൊക്കെ ഹിന്ദുക്കളുടെ ഓരോ ക്ഷേത്രവും, ഹിന്ദുക്കളുടെ ഓരോ കാര്യത്തിൻ്റെ പിന്നിലും വലിയ പൊരുളുകളാണ് ഉള്ളത്. ഇതറിയാൻ വയ്യാതെയാണ് ഓരോരുത്തർ വന്നിട്ട് കല്ലിനെ ആരാധിക്കുന്നു, അവിടെ ഇത് വെച്ചിരിക്കുന്നു, ഇത് വെച്ചിരിക്കുന്നു, ഇതെന്തുവാ 2 കർട്ടൻ ഇട്ടിരിക്കുന്നു. അത് കർട്ടൻ അല്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി വേണം. ഇവിടെ കണ്ടില്ലേ, കറുത്ത തിരശീല മായ. അത് മാറ്റുമ്പം സ്വർണ്ണ കൂവള ഇലകൾ കാണിക്കും. ആ സ്വർണ്ണ കൂവല ഇലകളെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനുണ്ട്, ഭഗവാനുണ്ട്, ശിവഭഗവാന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ ഇരുണ്ട കർട്ടന്റെ പുറവിന് ഈ മായ ആ കർട്ടൻ മാറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഒരു ചുമന്ന കർട്ടനുമുണ്ട്. അപ്പൊ ഇരുണ്ട കർട്ടൻ നമ്മുടെ അറിവില്ലായ്മയെ, മായയെ സൂചിപ്പിക്കുന്നെങ്കിൽ ഉള്ളിലെ ചുവന്ന കർട്ടൻ അറിവിനെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇരുണ്ട കർട്ടൻ മാറ്റി ചിദംബര രഹസ്യം കണ്ടു കഴിയുന്നതോടുകൂടി ഇരുണ്ട കർട്ടൻ മാറ്റുമ്പോൾ അവിടെ ശൂന്യതയാണ്. ഭഗവാൻ രൂപമില്ലാതെ അവിടെ ശക്തി മാത്രം ആവാഹിച്ച് നിൽക്കുകയാണ്. അതിനെ കാണുന്നതോടുകൂടി നമ്മുടെ ഏത് മാറിക്കിട്ടുന്നോ മായ, അവിടെ ഒന്നുമില്ലല്ലോ എന്ന തോന്നൽ വരാതിരിക്കാൻ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഏത് കാണിക്കുന്നത്? സ്വർണ്ണ കൂവള ഇലകൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചുമന്ന കർട്ടൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ഏത് മനുഷ്യനും, അജ്ഞനായ ഏത് മനുഷ്യനും അവിടെ ചെന്ന് ചിദംബര രഹസ്യം അറിയുന്ന നിമിഷം അവൻ അറിവുള്ളവനായി മാറുന്നു. ശിവഭഗവാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും നൽകും. അതിനോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെടാതെ അറിവും നൽകുമെന്നാണ് പറയുന്നത്. നടരാജ വിഗ്രഹത്തിന്റെ ഇടതുവശത്തായിട്ടാണ് ചിദംബര രഹസ്യം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിത് അറിഞ്ഞിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഇല്ല, വിഗ്രഹത്തിലോട്ടാണ് നിങ്ങളുടെ കണ്ണുകൾ. അവിടെ വിഗ്രഹത്തിനല്ല പ്രാധാന്യം. ചിദംബരം ക്ഷേത്രത്തിൽ വിഗ്രഹത്തിനല്ല പ്രാധാന്യം, ചിദംബര രഹസ്യത്തിനാ പ്രാധാന്യം, ആ ശൂന്യതയ്ക്കാ പ്രാധാന്യം. അപ്പൊ ഇനി നിങ്ങൾ പോകുമ്പോൾ ആ ശൂന്യതയിലാണ് സത്യത്തിൽ ഭഗവാന്റെ ശക്തി ഇരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ തൊഴേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് നടരാജ വിഗ്രഹത്തിന്റെ ഇടതുവശത്താണ്. ക്ഷേത്രത്തിന്റെ സ്വർണ്ണ മേൽക്കൂരയിൽ 9 സ്വർണ്ണ കുടങ്ങളുണ്ട്, സ്വർണ്ണ കലശം. അത് 9 തരം ശക്തികളെ സൂചിപ്പിക്കുന്നു. 18 തൂണുകളുണ്ട് അവിടെ. അത് 18 പുരാണങ്ങളെ സൂചിപ്പിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഹിന്ദു പുരാണം, ഹിന്ദു ദൈവം, ഹിന്ദു ക്ഷേത്രം ഇതൊക്കെ അറിയണമെങ്കിൽ അല്പം തലച്ചോറ് വേണം. വെറുതെ വെളിയിൽ നിന്നിട്ട് കല്ലിനെ ആരാധിക്കുന്നു, അങ്ങനെയാണ്, കുറെ തൂണ് പണിഞ്ഞു വച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. ചിന്തിക്കുക, അതാണ് വേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശിവഭഗവാന്റെ ആ ചിദംബരം ക്ഷേത്രത്തിലെ നടരാജ വിഗ്രഹം ലോകത്തിലെ ഏറ്റവും മികച്ച കലാനിർമ്മിതികളിൽ ഒന്നാണെന്നറിയുക. ഇത് ശരിക്കും ഉത്തമ ദശാതലം എന്ന കണക്കനുസരിച്ചാണ് ഈ വിഗ്രഹം പണിഞ്ഞിരിക്കുന്നതെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഉത്തമ ദശാതലം എന്ന കണക്കനുസരിച്ചാണ് ഈ വിഗ്രഹം പണിഞ്ഞിരിക്കുന്നത്. ആനന്ദ താണ്ഡവ നൃത്തത്തിലാണ് വിഗ്രഹം ഇരിക്കുന്നത്. ആനന്ദ താണ്ഡവ നൃത്തത്തിലാണ് ഭഗവാൻ എങ്ങനെ നിൽക്കുന്നത്.
അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിഗ്രഹം നോക്കുമ്പോൾ 4 കൈയുണ്ട്. അതിനകത്ത് മുൻവശത്തെ ഇടത് കൈയിൽ ഗജഹസ്ത മാതൃക, ആനയുടെ പാദം, ഗജഹസ്ത ആനയുടെ കൈ. അപ്പൊ ഗജഹസ്ത മാതൃകയിലാണ് മുൻവശത്തെ ഇടത് കൈ. വലത് കൈ ഉണ്ടല്ലോ, അത് അഭയമുദ്രയിലാണ് ഇരിക്കുന്നത്. വലത് കൈ എപ്പോഴും അഭയമുദ്രയിലാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഇടത് കൈ ഉണ്ടല്ലോ, അത് അഗ്നിയിലാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഇടത് കൈ ഇരിക്കുന്നത് അഗ്നിയിലാണ്. ഇനി വലത് കൈയിൽ ഡമരു ഇരിപ്പുണ്ട് ഭഗവാന്റെ. എന്നിട്ട് അല്പം വളഞ്ഞ രീതിയിലുള്ള വലത് കാല് അപസ്മാര പുരുഷന് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആ വിഗ്രഹം നോക്കുമ്പോൾ ഇടത് കാല് വലത് ഭാഗത്തേക്ക് ഉയർത്തി വച്ചിരിക്കുന്ന നിലയിലാണ്. അപ്പോൾ അവിടുത്തെ നടരാജ വിഗ്രഹത്തിൻ്റെ ഇടത് കാല് വലത് ഭാഗത്തേക്ക് ഉയർത്തിയ നിലയിലാണ്. ഇനി പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ പോകുമ്പം വിഗ്രഹത്തിൻ്റെ തലയിൽ ഒരു ജടാ മകുടമുണ്ട്, ജട പിടിച്ച ഒരു മകുടം, ഒരു കിരീടം. ഇതിൽ ഈ തലയോടിയുണ്ട്. ഇതിലും തലയോടിയിലും പൂക്കളും ചക്രകലയും രത്നവും ഒക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചു വച്ചിട്ടുണ്ട്. വലത് ചെവിയിലുണ്ടല്ലോ നഗരകുണ്ടലം കാണാം. ഇടത് ചെവിയിൽ, ഭഗവാന്റെ ഇടത് ചെവിയിൽ പാത്രകുണ്ടലങ്ങളും അണിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ കഴുത്തില് രുദ്രാക്ഷമാല അണിഞ്ഞിട്ടുണ്ട്. ആ വിഗ്രഹത്തിൽ പുലിത്തോലാണ് ഉടുത്തിരിക്കുന്നത്. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ശരിക്കും ഭഗവാന്റെ ഈ നൃത്തഭാവത്തിന് വിദഗ്ധന്മാര് പറയുന്നത് ഭുജംഗത്രാസ നൃത്തഭാവം എന്നാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഭഗവാന്റെ നൃത്തഭാവത്തിന് വിളിക്കുന്ന പേര് ഭുജംഗത്രാസ നൃത്തഭാവം. ഭുജംഗം എന്ന് പറഞ്ഞ പാമ്പെന്നാണ് അർത്ഥം. അതായത് പെട്ടെന്ന് പാമ്പിനെ കാണുമ്പം കടിയേക്കാതിരിക്കാൻ നമ്മൾ കാല് പൊക്കത്തില്ലേ, ആ ഭാവം. അതാണ് പെട്ടെന്ന് പാമ്പിനെ കാണുമ്പം കടിയേൽക്കാതിരിക്കാൻ കാല് പൊക്കുന്ന ആ ഭാവത്തെയാണ് ഭുജംഗത്രാസ നൃത്തഭാവം. അങ്ങനെ കാല് ഉയർത്തുന്ന നടരാജ വിഗ്രഹത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് ആ നൃത്തം നോക്കിയിരിക്കുന്ന ശിവകാമ സുന്ദരി ദേവിയുമുണ്ട്. ഇനി ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒരു സ്ഫടികലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ശങ്കരാചാര്യ സ്വാമികൾ കൈലാസത്ത് നിന്ന് 5 ലിംഗങ്ങൾ കൊണ്ടുവന്നു. ആ 5 ലിംഗങ്ങളിൽ ഒരെണ്ണമാണ് ഈ നടരാജ വിഗ്രഹത്തിൻ്റെ മുന്നിലുള്ള സ്ഫടികലിംഗം. ഇതിനെ മോക്ഷലിംഗം എന്ന് പറയും. അതല്ലേ ചിദംബരത്ത് പോകുന്നവന് പിന്നെ ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് വട്ടം കറങ്ങേണ്ട ആവശ്യമില്ല. അത് സ്ഫടികലിംഗ പ്രതിഷ്ഠയാണ്. അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ കൊണ്ടുവന്നതാണ്. ഇത് മോക്ഷലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനകത്താണ് ഏത് നടത്തുന്നത്? അഭിഷേകം നടത്തുന്നത്. ദിവസേനെ 6 അഭിഷേകമുണ്ടെന്നാണ് പറയുന്നത്. ദിവസേനെ 6 അഭിഷേകമുണ്ട്. ഈ ശ്രീകോവിലിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പേര് പരമാനന്ദ കൂപമെന്നാണ് കിണറിൻ്റെ പേര്. ആ കിണറ്റിലെ ജലം കൊണ്ടേ അഭിഷേകം നടത്തും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, നടരാജ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒരു സ്ഫടികലിംഗം ശങ്കരാചാര്യ സ്വാമികൾ കൊണ്ടുവന്നതാണിത്. ഇതിനെ മോക്ഷലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനകത്ത് അഭിഷേകം നടത്തണം. ഒരു ദിവസം 6 തവണ അഭിഷേകം നടത്തും. ശ്രീകോവിലിൻ്റെ കിഴക്ക് ഭാഗത്തൊരു കിണറുണ്ട്. അതിനെ പരമാനന്ദ കൂപമെന്ന് വിളിക്കുന്നു. ആ കിണറ്റിലെ ജലം കൊണ്ടുവന്നാണ് ഈ സ്ഫടികലിംഗം അഭിഷേകം ചെയ്യുന്നത്. ഒരു കാര്യം അറിയുക, ചിദംബര രഹസ്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം തന്നെയാണ്. ഇനി കേട്ടുള്ളൂ, പറഞ്ഞുതരാം ഞാൻ. ഇവിടെ ഈ നടരാജ വിഗ്രഹത്തിൽ ഒരു വർഷത്തിൽ 6 തവണ മാത്രമേ അഭിഷേകം നടത്തത്തുള്ളൂ. നടരാജ വിഗ്രഹത്തിൽ അഭിഷേകമൊക്കെ അതിൻ്റെ മുമ്പിലിരിക്കുന്ന സ്ഫടികലിംഗത്തിലാണ്. അത് എന്നാണ് ഈ നടരാജ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നത്? അന്ന് വലിയ വിശേഷമാണ്. നടരാജ വിഗ്രഹത്തിലെ അഭിഷേകം ചിദംബരത്തെ വലിയ വിശേഷമാണ്. മേടമാസത്തിലെ തിരുവോണം, മിഥുനമാസത്തിലെ ഉത്രം, ചിങ്ങത്തിലെ ശുക്ല പൂർവ പക്ഷ ചതുർദശി, അതേ കണക്ക് ധനുമാസത്തിലെ ആർദ്ര നക്ഷത്രം, കന്നിയിലെയും കുംഭത്തിലെയും
പൂർവപക്ഷ ചതുർദശികള് ഈ ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അഭിഷേകം നടത്തുന്നത്. പക്ഷേ ഈ അഭിഷേകം ശ്രീകോവിലിൽ വെച്ച് നടത്തത്തില്ല. പുറത്തൊരു മണ്ഡപമുണ്ട്, അതിനെ കനകസഭ എന്ന് വിളിക്കും. ആ കനകസഭയിലും മറ്റൊരു മണ്ഡപമുണ്ട്, രാജസഭ. അപ്പൊ കനകസഭാ മണ്ഡപം, രാജസഭാ മണ്ഡപം, അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടരാജ വിഗ്രഹത്തിന്റെ അഭിഷേകം. ഭയങ്കര ജനമാണെന്ന്. ഈ ശ്രീകോവിലിനകത്ത് സ്ഫടികലിംഗത്തിന്റെ അഭിഷേകം മാത്രമേ നടത്തൂ. കൊടിമരത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് നൃത്തസഭ എന്നൊരു മണ്ഡപമുണ്ട്. കൊടിമരത്തിന്റെ, നിങ്ങൾ പോകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടിമരത്തിന്റെ തെക്ക് ഭാഗത്ത് നൃത്തസഭയുണ്ട്. അത് രഥത്തിന്റെ ആകൃതിയിലാണ്. 4 വശത്തും രഥത്തിന്റെ ചക്രങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ നൃത്തസഭയിലാണ് ശിവൻ തൻ്റെ ആനന്ദ താണ്ഡവ നൃത്തമാടിയത്. ശിവന്റെ നൃത്തത്തിന്റെ അരങ്ങേറ്റം അവിടെ വെച്ചായിരുന്നു. നടരാജ നൃത്തം നടന്നത് അവിടെയാണ്. നിങ്ങൾ എപ്പോൾ ചെന്നാലും നൃത്തസഭയിൽ ചെന്ന് നൃത്തസഭയെ നിങ്ങൾ വന്ദിക്കണം. അങ്ങനെ വന്ദിക്കാതെ ഒരു കാരണവശാലും തിരിച്ചു വരരുത്. ഒരു ദിവസം 6 പൂജയാണെന്ന് ഞാൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശൈവാഗമ പൂജയാണ്. പക്ഷേ ചിദംബരത്ത് ശൈവാഗമ പൂജയല്ല, അവിടെ വൈദിക പൂജയാണ്. ഇവിടുത്തെ പൂജാരിമാര് ഒരു പ്രത്യേക വർഗക്കാരാണ്. അവരെ ദീക്ഷിതന്മാരെന്നാണ് വിളിക്കുന്നത്. അതായത് തില്ലൈ മൂവായ ശത്തവർ എന്ന് വിളിക്കും. തില്ലൈ മൂവായ ശത്തവർ. ഇവർക്ക് കേരളത്തിലെ നമ്പൂതിരിമാരെ പോലെ മുൻകുടുമയുണ്ട്. തമിഴ്നാട്ടിലെ മറ്റു ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് ഇവർ വിവാഹം കഴിക്കുകയില്ല. അവരുമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് വേണ്ടി കാശിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ബ്രാഹ്മണരാണ് ഇവർ. ഇവിടുത്തെ ബ്രാഹ്മണ വർഗത്തിൽ നിന്ന് അവർ വിവാഹം ചെയ്യത്തില്ല. നടരാജന് പാദസേവ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ദീക്ഷിതന്മാരെന്ന് പറയുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഭാര്യ മരിച്ചവർക്കോ അവിവാഹിതർക്കോ പൂജ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ദീക്ഷിതന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ, വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് വിവാഹിതരാകും. ഏതാണ്ട് 3000-ഓളം ദീക്ഷിതന്മാരെയാണ് കാശിയിൽ നിന്നും കൊണ്ടുവന്നത്. ഇപ്പോൾ അത് ചുരുങ്ങി ഏതാണ്ട് 200-ഓളം പേര് മാത്രമേ ബാക്കിയുള്ളൂ. ചിദംബരം ക്ഷേത്രത്തിൻ്റെ പരമാധികാരികളെന്ന് പറയുന്നത് ശരിക്കും ഈ ദീക്ഷിതന്മാരാണ്. ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഭസ്മ പാത്രത്തിൽ നിന്നും ഭസ്മം കൈയിട്ടെടുക്കാൻ സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമിക്ക് പോലും അവകാശമില്ല. ശങ്കരാചാര്യ സ്വാമിക്ക് പോലും ആ ഭസ്മം സ്വന്തം കൈകൊണ്ടെടുക്കാൻ പറ്റില്ല. അത് ദീക്ഷിതന്മാർക്ക് മാത്രമേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടുത്തെ ദീക്ഷിതന്മാരുടെ പരമാധികാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഓർമ്മിക്കുക, കേരളത്തിൽ നിന്ന് പോകുന്നവർ രാവിലെ 6 മണിക്ക് ക്ഷേത്രം തുറക്കും. രാവിലെ 3 പൂജയാണ്. ഈ പൂജ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കും. അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. ഇനി അടുത്ത 3 പൂജ, 6 പൂജയില്ലേ, അടുത്ത 3 പൂജ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് നട അടയ്ക്കും. ക്ഷേത്രക്കുളത്തിൻ്റെ പേര് ശിവലിംഗ. അവിടെ കുഷ്ഠരോഗം വരെ മാറും. അതേ കണക്ക് ത്വക്ക് രോഗങ്ങൾ എല്ലാം ശിവഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ആ ശിവലിംഗയിൽ മുങ്ങിയാൽ മാറുന്നതാണ്. അവിടെ 2 ഉത്സവങ്ങളുണ്ട്. ഒന്ന് ധനുമാസത്തിലും മറ്റൊന്ന് മിഥുന മാസത്തിലുമാണ്. ആ സമയത്ത് അവിടെ ചെന്നാൽ നമുക്ക് താമസിക്കാൻ ലോഡ്ജ് പോലും കിട്ടത്തില്ല. ഭയങ്കര ജനമായിരിക്കും. ഈ ഉത്സവത്തെ മാർക്കഴി തിരുവാതിരയെന്നും ആനി ഉത്രമെന്നുമാണ് അറിയപ്പെടുന്നത്. 9ാമത്തെ ദിവസമാണ് വളരെ പ്രധാനം. അന്ന് രഥം വലിയുണ്ട്. അതായത് പഞ്ചമൂർത്തികളെ 5 രഥത്തിലായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഈ രഥവീതികളിലൂടെ വലിച്ചു കൊണ്ടുപോകും. ആരൊക്കെയാണ് ഈ 5 മൂർത്തികൾ? നടരാജമൂർത്തി, ശിവകാമി ദേവി, സുബ്രഹ്മണ്യൻ, ഗണപതി, ചണ്ഡേശ്വരൻ. അപ്പം ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ധനുമാസം
ധനു മാസത്തിലെ തിരുവാതിര നക്ഷത്രമാണ് മിഥുന മാസത്തിലെ ഉത്തരം. അതാണ് ഇതിനെ വിളിക്കുന്ന പേര് തന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഏതാണ്? മാർഗഴി, തിരുവാതിര, ആനി, ഉത്രം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ 9ാം ദിവസമാണ് പ്രശസ്തമായ രഥം വലി. അതൊന്ന് വലിക്കുക ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത്. 5 ദേവന്മാരെ 5 രഥങ്ങളിലായിട്ട് ഈ വീതികളിലൂടെ പ്രദക്ഷിണം ചെയ്യും. അവിടെ ഒരു വിഷ്ണു ക്ഷേത്രവുമുണ്ട്. അത് ആദ്യം അറിയുക. ഈ ഇത്രയും വലിയ പ്രശസ്തമായ ശിവക്ഷേത്രത്തിൻ്റെ കൂടെ ചിദംബരത്തൊരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ടെന്ന് മാത്രമല്ല, വിഷ്ണു ഭക്തന്മാരുടെ വൈഷ്ണവരുടെ 108 പുണ്യക്ഷേത്രങ്ങളിൽ ഒന്ന് ചിദംബരത്തിലെ വിഷ്ണു ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇതിനെ തിരുചിത്രകൂടമെന്നാണ് ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത്. തിരുചിത്രകൂടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശൈവന്മാരുടെയും വൈഷ്ണവരുടെയും പുണ്യ സങ്കേതമാണ് ആരെന്ന് പറയുന്നത്? ചിദംബരം ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ മഹാവിഷ്ണു ഭോഗശയന പ്രതിഷ്ഠയാണ്. ഭോഗശയന പ്രതിഷ്ഠയിലാണ് മഹാവിഷ്ണു ഇരിക്കുന്നത്. ഈ പ്രതിഷ്ഠയെ ഗോവിന്ദരാജൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ പൂജാരിമാര് വൈഷ്ണവരാണ് എന്ന് മാത്രവുമല്ല, ദീക്ഷിതന്മാർക്ക് അവിടെ യാതൊരു അവകാശവുമില്ല. ദീക്ഷിതന്മാരെ അങ്ങോട്ട് അടുപ്പിക്കത്തത് പോലുമില്ല. അതിൻ്റെ മുഴുവൻ അവകാശവും വൈഷ്ണവർക്കാണ്. ഇവിടെ ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാൽ കിഴക്ക് വശത്തേക്ക് ദർശനമിരിക്കുന്ന വിഷ്ണു ഭഗവാനെയും തെക്കോട്ടിരിക്കുന്ന ശിവഭഗവാനെയും നമുക്ക് ഒരേ സമയം കാണാൻ പറ്റുമെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇനി പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാൽ ഒരേ സമയത്ത് നമുക്ക് ശിവനെയും കാണാം, അതേ സമയത്ത് വിഷ്ണുവിനെയും കാണാം. അതായത് ശിവന്റെ താണ്ഡവ നൃത്തം മഹാവിഷ്ണു അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കരുതുന്നത് പോലെ ചിദംബരം ഒരു ശിവക്ഷേത്രം മാത്രമല്ല, വിഷ്ണു ക്ഷേത്രമാണെന്ന് മാത്രമല്ല, വൈഷ്ണവരുടെ 108 പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനം ചിദംബര രഹസ്യം. ആ ചിദംബര രഹസ്യവും ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ ശൈവഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ക്ഷേത്രമായ ചിദംബരവും വിഷ്ണു ഭക്തരുടെ 108 പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നിൽപ്പെട്ട ചിദംബരം ക്ഷേത്രവും, ഇത് രണ്ടും കാണാനുള്ള ഭാഗ്യം ശൈവഭക്തരായക്കും വിഷ്ണു ഭക്തരായ രാധേ രാധേ ചാനലിൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകട്ടെ. നിങ്ങളെ ഒരേ സമയം ശിവഭഗവാനും അതേ സമയം വിഷ്ണു ഭഗവാനും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.